ഇന്ന് നമ്മുടെ ചെറിയൊരു നമ്മുടെ റോബസ്റ്റിന്റെ വാഴയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി അതിൽ നിന്ന് പറിച്ച് വെച്ച ഒരു കന്ന് പറിച്ച് വെച്ചിട്ടുള്ള കൊലകളാണിത്. ഇപ്പം ഞാനൊരു പ്രാവശ്യം മേടിച്ച് വെച്ചിട്ടുള്ളൂ കന്ന്, പിന്നെയൊക്കെ ഞാൻ പറിച്ച് വെക്കാറാണ് പതിവ്. അതിൻ്റെ കന്നുകൾ തന്നെ മാറ്റി മാറ്റി വെച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ വാഴ നമ്മൾക്ക് കൃഷി എത്ര എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പം വലിയതായിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വളങ്ങൾ നമ്മൾ ജൈവവളം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വളങ്ങളാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ അടുക്കള വേസ്റ്റ്, ഒരാഴ്ച അടുക്കള വേസ്റ്റ്, മറ്റുള്ള സാധനങ്ങൾ, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വളം. ആ വളം ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ വളങ്ങൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് വളങ്ങളായിട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുകയും ചെയ്തു. എനിക്കിപ്പോൾ ഏത് നേന്ത്രവാഴ ആയാലും റോബസ്റ്റ് ആയാലും മറ്റുള്ള വാഴകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല കൊലകൾ തന്നെയാണ് കിട്ടാറുള്ളത്. പ്രത്യേകിച്ച് ഞാൻ വളങ്ങൾ ചെയ്യണത് ഇതൊന്നും തന്നെയാണ്. നല്ല ജൈവവളം കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് ജൈവവളം കിട്ടും ചെയ്യും കായാട്ടാ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വളം കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ കിട്ടാവുന്ന ഒരു കേസുള്ള കേടുപാടുകളും നമുക്ക് കുറവാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ വാഴക്കന്ന് എന്ന് വെക്കുമ്പോൾ എന്തായാലും നല്ല കന്ന് നോക്കി എടുക്കുക, നല്ല കന്ന് നോക്കി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വീഴാത്ത കണ്ടീഷനിൽ ആഴം കുഴിക്കുക, കുറച്ച് ആഴം എടുത്ത് കാഞ്ഞിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ തണ്ട. ഇപ്പോൾ ഇത് ഞാൻ കൊല്ലങ്ങനെ കുറച്ച് വെയിറ്റ് കൂടിയപ്പോൾ ഞാനിതിങ്ങനെ കെട്ടിയും കാഞ്ഞ് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ കെട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുമ്പിന് ഞാൻ കെട്ടിയിട്ടുള്ളത് ഞാൻ പണ്ട് നമ്മുടെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിനത് ഇതിൻ്റെ ഒക്കെ തുമ്പൊടിച്ച് കളയുമ്പോൾ അതിൻ്റെ നീര് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കെട്ടിയിട്ടുള്ളതാണ്. അതിപ്പോൾ എത്രത്തോളം ഇതാണെന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു വരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ഒടിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല, അത്രേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ വാഴക്കൃഷിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വാഴക്കൃഷി നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നഷ്ടം വരില്ല വാഴക്കൃഷി. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലൊരെണ്ണം വെച്ചാലും കൂടുതൽ വെച്ചാലും വാഴക്കൃഷി ഒരിക്കലും നമുക്ക് ദോഷം വരാത്തൊരു കൃഷിയാണ്. കാരണം വെക്കുന്നതും അതിനെ പരിപാലിക്കുന്ന രീതി പോലെ ഇരിക്കും അതിൻ്റെ നമുക്ക് ആദായം തരുന്നത് കേട്ടോ. അപ്പോൾ അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇതിൽ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഇത് എത്ര ഏതായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല. ഞാൻ വേറെ 10 പൈസയുടെ മുടക്കൊന്നുമില്ല. ഞാൻ എൻ്റെ അധ്വാനം മാത്രമാണ് ഇതിലുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം വിളവെടുപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ചാണകം ഇവിടെ കുറച്ച് മിക്സ് ചെയ്തിടുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജൈവവളം ഉണ്ടാക്കി കാഞ്ഞിട്ട് അതും ഇടുക. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. വേറെ വേനൽക്കാലമാണെങ്കിൽ കുറച്ച് നനച്ചും കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക.